മുട്ട എന്നിവയുടെ വിപണനം തടസ്സപ്പെട്ടതോടെ ഏറെ പ്രതിസന്ധിയിലാണ് ഹാച്ചറി ഉടമകൾ. 7 മാസം നീണ്ട നിരോധനം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിച്ചു. വിരിയാറായ ആയിരക്കണക്കിന് മുട്ടകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞെങ്കിലും ₹1 പോലും ഇതുവരെ കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി താറാവുകളെ വളർത്തുന്നതിനൊപ്പം തന്നെ മുട്ട വിരിയിച്ചിറക്കുന്നതും കർഷകർക്ക് വലിയൊരു വരുമാന മാർഗമായിരുന്നു. എന്നാൽ അത്തരത്തിൽ വരുമാന മാർഗമായിരുന്ന ഹാച്ചറികളുടെ അവസ്ഥയാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. ഈ കാണുന്ന ഇടത്താണ് ഇവർ മുട്ട വിരിയിച്ചെടുത്തിരുന്നത്, അല്ലേ? എന്താ ഇതിന്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ഇപ്പം പണികളൊന്നുമില്ല, മുട്ടവെപ്പ് ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിച്ച് 10-30 കൊല്ലം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അന്ന് ഞങ്ങൾ താറാവിനെ വളർത്തുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാണ് ഈ താറാവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് കാണിക്കോ, ഇതിന്റെ സംവിധാനങ്ങൾ ഒന്ന് കാണിക്കോ, ഒന്ന് വിശദീകരിക്കോ? എനിക്ക് 1.5 ലക്ഷം മുട്ട വെക്കുന്ന മെഷീനുണ്ട്. മെഷീനും കൊണ്ട് ഞങ്ങൾക്കിപ്പം ഇതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ വളർത്തുന്ന ഇതുകൊണ്ട് ജീവിക്കുന്നതും ഉള്ള ഒരു തൊഴിലായ ഒരു സംരംഭമായിരുന്നു ഇത് മെഷീന്. ഇപ്പം ഞങ്ങളെ ഇറങ്ങാറായ മുട്ട, ഒരു മുട്ടയ്ക്ക് ഞങ്ങൾക്ക് 22 രൂപ മുതൽ 25 രൂപ മുടക്കുള്ള മുട്ടയാണ് ഞങ്ങളുടെ നശിപ്പിച്ച് കളഞ്ഞത്. 3 മുട്ട വെച്ചാൽ ഒരു കുഞ്ഞ് വിരിയത്തില്ല. പേരസ്റ്റോക്കുകൾ നാട്ടിലില്ല. താറാവിന്റെ അമിതമായ തീറ്റയുടെ വിലയും ഇതുകൊണ്ട് ആളുകൾ കേരളത്തിൽ നിന്ന് താറാവിന്റെ ബിസിനസ് കുറഞ്ഞു. തുടർച്ചയായി വരുന്ന ഈ നിരോധനം നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? തുടർച്ചയായി അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട വെച്ച് 28 ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നത്. ഇപ്പൊ സർക്കാർ നിരോധിച്ചത് മുഖാന്തരം ഞങ്ങൾക്ക് ഇപ്പം മുട്ട വെക്കാൻ കഴിയുന്നില്ല. അപ്പം കള്ളിങ് ചെയ്യപ്പെട്ട താറാവുകൾ അല്ലാതെ മുട്ടയും കൂടി നഷ്ടപ്പെട്ട ആളുകളാണല്ലേ നിങ്ങൾ? അതെ. എന്റെ 50,000 മുട്ടയോളം ഈ കഴിഞ്ഞ പ്രാവശ്യം നശിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരെയും മുട്ട നശിപ്പിച്ചിട്ടുണ്ട്. ഒരു അവസ്ഥ എന്താ ചേട്ടാ? ഞങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉള്ള മാർഗ്ഗമായിരുന്നു ഇത്. ഇപ്പം അവസ്ഥ ഉണ്ടല്ലേ, ഈ അവസ്ഥയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വീടുകൾ പട്ടിണി, ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷമില്ല. ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത രീതിയായിപ്പോയി ഞങ്ങളുടെ രീതി ഈ വർഷം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സീസൺ വന്നെങ്കിലേ ഞങ്ങളുടെ അവസ്ഥ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ തുടർച്ചയായി വരുന്ന നിരോധനം, അതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിരോധന കാലഘട്ടം, നീണ്ടുപോകുന്ന കാലഘട്ടം ഇത്തവണയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കർഷകരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആ നിരോധനം നീണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥ. അതിന് താങ്ങായി സർക്കാർ ഇവർക്ക് കൃത്യമായൊരു പിന്തുണ നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ തയ്യാറായില്ല എന്നതുമാണ് ദുഃഖകരം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് ചെന്നിത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.